സ്വാഗതം. ഫസ്റ്റ് റൗണ്ടിലേക്ക് നോക്കാം. പ്രധാന തലക്കെട്ട്. ഇലക്ട്രൽ ബോണ്ട് കേസിൽ SBIക്ക് അന്ത്യശാസനം. 2019 മുതലുള്ള എല്ലാ വിവരങ്ങളും വ്യാഴാഴ്ചയ്ക്കുള്ളിൽ കൈമാറണമെന്ന് സുപ്രീം കോടതി. ആൽഫ ന്യൂമറിക് സീരിയൽ നമ്പറുകളും പുറത്തുവിടണം. നടപടി പൂർത്തിയാക്കി സത്യവാങ്മൂലം നൽകണമെന്നും ഉത്തരവ്. BJP ബന്ധത്തെ ചൊല്ലി CPM കോൺഗ്രസ് വാക്പോര് തുടരുന്നു. CPM സ്ഥാനാർത്ഥിയും CPM നേതാക്കന്മാരും പറയുന്നതിനേക്കാളും കോൺഫിഡൻസ് അവരിവിടെ ജയിക്കുമെന്ന് BJP പറയണമെങ്കിൽ അത് BJPയും CPMും വടകര സീറ്റിന്റെ കാര്യത്തിലും തൃശ്ശൂരിലും ഉണ്ടാക്കുന്ന ഒരു നെക്സസ് ആണ്. മുരളീധരന് കഴിഞ്ഞ തവണ BJPയുടെ വോട്ട് നന്നായിട്ട് കിട്ടിയിരുന്നു എന്നാണ് എനിക്ക് തോന്നിയത്. എന്നാലും ഞങ്ങൾ അങ്ങനെ യാതൊരു സഖ്യത്തിലുമില്ല എന്നുള്ളത് നാട്ടുകാർക്കും അറിയാം, ഞങ്ങൾക്കും അറിയാം. ജയരാജൻ ചന്ദ്രശേഖരൻ ബിസിനസ് ബന്ധം ആവർത്തിച്ച് VD സതീശൻ. പാർട്ടിക്കെതിരായ CK പത്മനാഭന്റെ വിമർശനത്തോട് പ്രതികരിക്കാതെ BJP നേതൃത്വം. അഭിമന്യു കേസിൽ കാണാതായ രേഖകളുടെ പകർപ്പ് പ്രോസിക്യൂഷൻ ഹാജരാക്കി. രേഖകൾ പുനർനിർമ്മിച്ചതിൽ പ്രതിഭാഗത്തിന് എതിർപ്പ്. രേഖകളുടെ ആധികാരികത പരിശോധിക്കാമെന്ന് കോടതി. രേഖകൾ കാണാതായതിൽ അസ്വാഭാവികതയില്ലെന്ന് പ്രോസിക്യൂഷൻ. കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ മരുന്ന് പ്രതിസന്ധി പരിഹരിക്കാൻ തിരക്കിട്ട നീക്കം. സൂപ്രണ്ട് വിതരണക്കാരുമായി ചർച്ച നടത്തുന്നു. മീഡിയ വൺ ഇംപാക്ട്. കേന്ദ്രത്തെ പഴിചാരിയ ആരോഗ്യമന്ത്രി MK രാഘവന്റെ നേതൃത്വത്തിൽ UDF പ്രതിഷേധം. ആലുവയിൽ യുവാക്കളെ തട്ടിക്കൊണ്ടുപോയ പ്രതികളെ തിരിച്ചറിഞ്ഞു. 3 പേരെ കാണാനില്ലെന്ന് പോലീസ്. പിന്നിൽ സാമ്പത്തിക തർക്കം. പേരാമ്പ്രയിൽ യുവതിയെ കൊലപ്പെടുത്തിയയാളെ പോലീസ് പിടികൂടിയത് അതിസാഹസികമായി. ഇലക്ട്രൽ ബോണ്ട് കേസിൽ SBIക്കും കേന്ദ്ര സർക്കാരിനും വീണ്ടും തിരിച്ചടി. കൈവശമുള്ള എല്ലാ വിവരങ്ങളും കൈമാറണമെന്ന് സുപ്രീം കോടതി ഉത്തരവിട്ടു. വിവരങ്ങൾ മറച്ചുവെച്ചിട്ടില്ലെന്ന് വ്യക്തമാക്കുന്ന സത്യവാങ്മൂലം വ്യാഴാഴ്ച 5 മണിക്കകം സമർപ്പിക്കാനും SBIക്ക് സുപ്രീം കോടതി നിർദ്ദേശം നൽകി. ഇലക്ട്രൽ ബോണ്ട് കേസിൽ SBI രൂക്ഷമായി വിമർശിച്ചുകൊണ്ടാണ് 2019 ഏപ്രിൽ 12 മുതൽ കൈവശമുള്ള എല്ലാ വിവരങ്ങളും കൈമാറണമെന്ന സുപ്രീം കോടതി ഉത്തരവ്. ആൽഫ ന്യൂമറിക് നമ്പറുകളും സീരിയൽ നമ്പറുകളും പുറത്തുവിടണമെന്നും സുപ്രീം കോടതി വ്യക്തമാക്കി. വിശദാംശങ്ങൾ തെരഞ്ഞെടുപ്പ് കമ്മീഷന് കൈമാറിയ ശേഷം ഒരു വിവരവും മറച്ചുവെച്ചിട്ടില്ലെന്ന് വ്യക്തമാക്കുന്ന സത്യവാങ്മൂലം വ്യാഴാഴ്ച 5 മണിക്കകം SBI ചെയർമാൻ സമർപ്പിക്കണമെന്നും സുപ്രീം കോടതി നിർദ്ദേശിച്ചു. വിവരങ്ങൾ ലഭിക്കുന്ന ഉറയ്ക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അത് വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിക്കണമെന്നും സുപ്രീം കോടതി വ്യക്തമാക്കി. എല്ലാ വിവരങ്ങളും കൈമാറണമെന്ന മുൻപത്തെ ഉത്തരവ് എന്തുകൊണ്ട് SBI പാലിച്ചില്ലെന്ന് സുപ്രീം കോടതി ചോദിച്ചു. സുപ്രീം കോടതി ഉത്തരവിലെ ചില അവ്യക്തത കാരണമാണ് കോഡ് നൽകാത്തതെന്നായിരുന്നു SBI വാദം. കോടതി ഓരോന്നായി പറയൂ, വെളിപ്പെടുത്താമെന്ന നിലപാട് ശരിയല്ലെന്നും സുപ്രീം കോടതി ചൂണ്ടിക്കാട്ടി. വിധിയുടെ പേരിൽ വേട്ടയാടൽ നടക്കുന്നുവെന്ന് കേന്ദ്ര സർക്കാർ സുപ്രീം കോടതിയിൽ വാദിച്ചു. എന്നാൽ കോടതി ഉത്തരവും നിയമവും നടപ്പാക്കുന്നത് മാത്രമാണ് ലക്ഷ്യമെന്ന് ചീഫ് ജസ്റ്റിസ് DY ചന്ദ്രചൂഡ് വ്യക്തമാക്കി. അതിനിടെ ഇലക്ട്രൽ ബോണ്ട് വാങ്ങിയവരുടെ പേര് വിവരങ്ങൾ പരസ്യപ്പെടുത്തുന്നതിനെ എതിർത്ത് ചില വ്യവസായ കമ്പനികൾ സുപ്രീം കോടതിയിലെത്തിയെങ്കിലും ഇപ്പോൾ പരിഗണിക്കാനാവില്ലെന്ന് കോടതി വ്യക്തമാക്കി. അതേസമയം സീരിയൽ നമ്പറുകൾ പുറത്തുവന്നാൽ ഏത് ബോണ്ട് ഏത് രാഷ്ട്രീയ പാർട്ടിക്ക് ലഭിക്കുമെന്ന് കണ്ടെത്താനാകും. വിവരങ്ങൾ പുറത്തുവരുന്നത് ഇലക്ട്രൽ ബോണ്ടിന്റെ 48% ലഭിച്ച BJPക്ക് വലിയ തിരിച്ചടിയുണ്ടാക്കുമെന്നാണ് വിലയിരുത്തൽ. മീഡിയ വൺ, ഡൽഹി. അഭിമന്യു കേസിൽ കാണാതായ രേഖകളുടെ സർട്ടിഫൈഡ് കോപ്പി പ്രോസിക്യൂഷൻ എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിൽ ഹാജരാക്കി. 2019 രേഖകൾ നഷ്ടമായതെന്നും 2023 സെപ്റ്റംബറിൽ ഇക്കാര്യം ശ്രദ്ധയിൽപ്പെട്ടതോടെ ഹൈക്കോടതിയെ വിവരം അറിയിച്ചു എന്നും കോടതി പറഞ്ഞു. പ്രോസിക്യൂഷൻ നടപടിയിൽ പ്രതിഭാഗത്തിന് എതിർപ്പുണ്ടെങ്കിൽ രേഖകളുടെ ആധികാരികത പരിശോധിക്കാമെന്ന് കോടതി അറിയിച്ചു. അഭിമന്യു കേസിലെ കുറ്റപത്രം ഉൾപ്പെടെ നഷ്ടപ്പെട്ട 11 രേഖകളുടെ സർട്ടിഫൈഡ് കോപ്പിയാണ് പ്രോസിക്യൂഷൻ ഇന്ന് കോടതിയിൽ ഹാജരാക്കിയത്. എന്നാൽ പ്രോസിക്യൂഷൻ ഹാജരാക്കിയ രേഖകളിൽ പ്രതിഭാഗം എതിർപ്പറിയിച്ചു. ഹൈക്കോടതി നിർദ്ദേശപ്രകാരമാണ് രേഖകൾ പുനർനിർമ്മിച്ചതെന്നും അത് ചോദ്യം ചെയ്യാൻ പ്രതിഭാഗത്തിന് കഴിയില്ലെന്നും കോടതി വ്യക്തമാക്കി. കേസുകളുമായി ബന്ധപ്പെട്ട രേഖകൾ പ്രതിഭാഗത്തിന്റെ കയ്യിലുമുണ്ട്. ഇതിന്റെ സുതാര്യത പരിശോധിക്കണമെങ്കിൽ പ്രോസിക്യൂഷൻ പുനർനിർമ്മിച്ച രേഖകളുമായി ഈ രേഖകൾ താരതമ്യം ചെയ്യാമെന്നും കോടതി പറഞ്ഞു. പ്രതിഭാഗത്തിന്റെ വാദത്തിനായി കേസ് ഈ മാസം 25-ലേക്ക് മാറ്റി. റീകൺസ്ട്രക്ട് ചെയ്യാനായിട്ട് ആവശ്യപ്പെട്ടത് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയുടെ തീരുമാനപ്രകാരമായതുകൊണ്ട് അതിനെ ചലഞ്ച് ചെയ്യാൻ കഴിയില്ല. അവർക്ക് ചലഞ്ച് ചെയ്യാൻ കഴിയുന്നത് പ്രോസിക്യൂഷൻ ഇപ്പോൾ ഹാജരാക്കിയ രേഖകളുടെ ജെനുവിനെസ് മാത്രമാണ്. അപ്പോൾ അത് പ്രതിഭാഗത്തിന് വിചാരണയ്ക്കായിട്ട് കമ്മിറ്റ് ചെയ്ത സമയത്ത് ഈ രേഖകളുടെ എല്ലാം കോപ്പികൾ ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ ആ കോപ്പികൾ ഹാജരാക്കി അതും ഇപ്പോൾ ഹാജരാക്കിയിരിക്കുന്ന രേഖകളുമായി ഒത്തുനോക്കി അതിന്റെ ജെനുവിനെസ് കണ്ടെത്തുന്നതിന്റെ പ്രോസസ്സിലേക്കാണ്. 2019 അഭിമന്യു കേസിലെ രേഖകൾ നഷ്ടമായത്. 2023 സെപ്റ്റംബർ 23 ഇക്കാര്യം ശ്രദ്ധയിൽപ്പെട്ടു. അന്ന് തന്നെ ഹൈക്കോടതിയെ വിവരം അറിയിച്ചിരുന്നതായും കോടതി പറഞ്ഞു. കോടതിയിൽ നിന്നും രേഖകൾ നഷ്ടപ്പെട്ടത് പരിശോധിക്കാൻ എൻക്വയറി കമ്മീഷനെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. രേഖകൾ കാണാതാകുന്നത് സാധാരണമാണെന്നും കോടതി വ്യക്തമാക്കി. മീഡിയ വൺ, കൊച്ചി. കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ മരുന്നുക്ഷാമത്തിൽ പ്രതിഷേധം വ്യാപകം. MK രാഘവൻ MP ആശുപത്രിക്ക് മുന്നിൽ ഉപവാസ സമരം നടത്തുകയാണ്. മെഡിക്കൽ കോളേജിലെ മരുന്നുക്ഷാമം ഇന്ന് തന്നെ പരിഹരിക്കുമെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ് മീഡിയ വണ്ണോട് പറഞ്ഞു.
മരുന്ന് വിതരണക്കാരുമായി ആശുപത്രി സൂപ്രണ്ട് നടത്തുന്ന ചർച്ച പുരോഗമിക്കുകയാണ്. 110 പേർക്കും ഡയാലിസിസ് നടത്തുന്നത് അത് രൂപ മാത്രമാണ് സംസ്ഥാന ഗവൺമെന്റ് ചെലവഴിക്കേണ്ടത്. ഇത് ശ്രീധരൻ നായർ ഹെരണയ്ക്ക് ചികിത്സയ്ക്കായി കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിയതാണ്. ഡോക്ടർമാർ പരിശോധിച്ച് മരുന്ന് നിർദ്ദേശിച്ചു. എന്നാൽ ആശുപത്രിയിൽ മരുന്നില്ല. പുറത്ത് 2000 രൂപ വിലയുള്ള മരുന്ന് വാങ്ങാൻ ഇദ്ദേഹത്തിന്റെ കയ്യിൽ പണവുമില്ല. 2-3 മരുന്ന് എഴുതി അത് ഇവിടെ ഉണ്ടാവും എന്ന് പറഞ്ഞു. ഞാൻ ഇവിടെ പോയി നോക്കിയാൽ ഇവിടെ മരുന്നില്ല. അപ്പോൾ ഞാൻ പുറത്തേക്ക് ഏതെങ്കിലും നീതി സ്റ്റോറിനോ അല്ലെങ്കിൽ പ്രൈവറ്റ് കടയിൽ നിന്നോ വാങ്ങുക എന്നുള്ള നീതി സ്റ്റോറിനൊന്ന് പോയി നോക്കിയാൽ അവർ പറഞ്ഞു അവിടെ ഇല്ല മരുന്ന്. വേറെ ഉള്ളിടത്ത് പോയി 2 കടയിൽ ചോദിച്ചു അവിടെ ഇല്ല. അപ്പോൾ 3ാമത്തെ കടയിലുണ്ട് 2000 റുപ്യ വേണമെന്നാണ് പറഞ്ഞത്. ഇങ്ങനെ നൂറുകണക്കിന് രോഗികളാണ് മെഡിക്കൽ കോളേജിലെ മരുന്ന് ക്ഷാമം മൂലം ബുദ്ധിമുട്ടുന്നത്. ആരോഗ്യവകുപ്പിന്റെ അനാസ്ഥയിൽ പ്രതിഷേധിച്ച് MK രാഘവൻ MP ആശുപത്രിക്ക് മുന്നിൽ ഉപവാസ സമരം തുടങ്ങി. സാധാരണക്കാർക്കും പാവപ്പെട്ടവർക്ക് ആശ്രയമായ മെഡിക്കൽ കോളേജ് സത്യം പറഞ്ഞാൽ നോക്കുകുത്തിയായി മാറ്റിക്കൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് സംസ്ഥാന ഗവൺമെൻറ് ആരോഗ്യ വകുപ്പിൻ്റെ പരാജയമാണ് ഈ സമരത്തിനെ എന്നെ പ്രേരിപ്പിച്ചത്. അതേസമയം മരുന്ന് ക്ഷാമത്തിന് കാരണം കേന്ദ്ര സർക്കാർ ഫണ്ട് നൽകാത്തതാണെന്നും കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ പ്രശ്നം ഇന്ന് തന്നെ പരിഹരിക്കുമെന്നും ആരോഗ്യമന്ത്രി മീഡിയ വണ്ണോട് പറഞ്ഞു. ഇതിൽ ഏറ്റവും ദൗർഭാഗ്യകരമായിട്ടുള്ള കാര്യം സംസ്ഥാനത്തോട് കേന്ദ്രം കാണിക്കുന്ന ഒരു വിവേചനമാണ്. കോടിക്കണക്കിന് രൂപയാണ് കേന്ദ്രം നൽകുവാനുള്ളത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് അത്രയും ജീവനക്കാർക്ക് നമുക്ക് ശമ്പളം കൊടുക്കാനായിട്ട് സാധിക്കാതെ വന്നു. ഈ ഒരു വർഷം മുഴുവൻ കേന്ദ്രവും സംസ്ഥാനവും കൂടി നൽകേണ്ട, കേന്ദ്രം 60%, സംസ്ഥാനം 40% നൽകേണ്ട തുക സംസ്ഥാനം മാത്രം നൽകുകയും അടുത്ത വർഷം നൽകേണ്ട തുക കൂടി ഈ വർഷം നൽകിക്കൊണ്ടാണ് ആ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. വിവിധ സ്കീമുകൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത് അങ്ങനെയാണ്. ഡിസംബർ വരെയുള്ള 75 കോടി രൂപ കുടിശ്ശിക നൽകാത്തതിനെ തുടർന്ന് മരുന്ന് വിതരണക്കാർ വിതരണം നടത്തിയതാണ് പ്രതിസന്ധിയായത്. മീഡിയ വൺ കോഴിക്കോട്. മരുന്ന് ക്ഷാമത്തിൽ മരുന്ന് വിതരണക്കാരുമായി ആശുപത്രി സൂപ്രണ്ട് നടത്തിയ ചർച്ച അവസാനിച്ചു. അതിൻ്റെ വിവരങ്ങളുമായി അപ്പോൾ സൂപ്രണ്ട് മാധ്യമങ്ങളോട് സംസാരിക്കും. ഇവർ തന്നിട്ടുണ്ടായിരുന്നു. നമുക്ക് ചില സമയത്തൊക്കെ സാമ്പത്തികമായിട്ടുള്ള ചില പ്രയാസങ്ങൾ കാരണം നമുക്ക് ഒരു ചെറിയ തടസ്സം ഉണ്ടായിട്ടുണ്ട്. സാർ, ഈ ചർച്ചയടക്കം നടക്കുന്നതിൽ ഒരു കാലതാമസം ഉണ്ടായിട്ടുണ്ട്. കാരണം ഇത്രയും രോഗികൾക്കൊരു ബുദ്ധിമുട്ട് നമ്മൾ പലപ്പോഴും കണ്ടത്. നമ്മൾ വളരെ കുറച്ച് ഏരിയാസിൽ മാത്രമേ നമുക്ക് അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് വന്നിട്ടുള്ളൂ. ഇപ്പോൾ പറയുന്നത് മാതിരി ഇപ്പം ഇവർ മെഡിക്കൽ ഷോപ്പ് അടച്ചു എന്നോ അല്ലെങ്കിൽ മരുന്ന് സപ്ലൈ നിർത്തിയെന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ് ആയിട്ട് നിർത്തുന്ന ഒരവസ്ഥയല്ല. നമുക്ക് എല്ലാ സാധനങ്ങളും തീർന്നിട്ട് ഷോപ്പ് അടച്ചു എന്നുള്ള രീതിയിൽ നമുക്ക് ചിന്തിക്കേണ്ട കാര്യമല്ല. അത് അങ്ങനത്തെ ഒരു അവസ്ഥയില്ല. ഇന്നത്തെ ചർച്ച നേരത്തെ അതെ, നേരത്തെ നിശ്ചയിച്ചായിരുന്നു. 10 കോടി കൊടുക്കുന്നതിന് മാത്രമാണ് തീരുമാനമായത്. ബാക്കി തുകയുടെ കാര്യത്തിലുള്ള ബാക്കി തുക സാധാരണ രീതിയിൽ സ്ഥിരമായിട്ട് വന്നുകൊണ്ടിരിക്കുന്ന രീതിയിൽ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റും. നമുക്ക് ഇൻഷുറൻസിൻ്റെ എമൗണ്ട് സാധാരണ വരുന്നതാണ്. അപ്പോൾ ആ വരുന്നതിനനുസരിച്ച് ചെയ്യുന്ന രീതിയിൽ അത് മുന്നോട്ട് തുറന്നു പോകും. അതിൽ പ്രയാസങ്ങൾ ഉണ്ടാവില്ല. ഇപ്പോൾ ഇൻഷുറൻസിൻ്റെ പൈസ നമുക്ക് കുറച്ച് ദിവസമായിട്ട് ഷോർട്ട് ആയതുകൊണ്ട് മാത്രമാണ് ആ പ്രയാസം വന്നത്. അത് മുന്നോട്ടുള്ള കാര്യങ്ങൾ സർക്കാർ തീരുമാനം എടുക്കാനായിട്ട് പറഞ്ഞിട്ടുണ്ട്. താങ്ക് യു. ഷംസീർ വിവരങ്ങളുമായി ചേർന്നു. ഷംസീർ, എന്താണ് ഈ ചർച്ചയിൽ തീരുമാനമായത്? അജിംസ്, മരുന്ന് വിതരണം ഇന്നു തന്നെ പുനരാരംഭിക്കും എന്നുള്ളതാണ് ഈ ചർച്ചയിലെ ഏറ്റവും പ്രധാനപ്പെട്ട തീരുമാനം. ഇതിൽ 75 കോടി രൂപയായിരുന്നു മരുന്ന് വിതരണക്കാർക്ക് നൽകാനുണ്ടായിരുന്നത് മെഡിക്കൽ കോളേജ്. അതിൽ 1 കോടി രൂപ ഇന്നു തന്നെ കൊടുക്കുമെന്നാണ് ആശുപത്രി സൂപ്രണ്ട് ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. 10 കോടി രൂപ ഒരാഴ്ചക്കുള്ളിൽ കൊടുത്തു തീർക്കുമെന്നും ആശുപത്രി സൂപ്രണ്ട് പറയുകയാണ്. 75 കോടി രൂപയായിരുന്നു മരുന്ന് വിതരണക്കാർക്ക് ആകെ നൽകാനുണ്ടായിരുന്നത്. ഇത് നേരത്തെ തന്നെ മരുന്ന് കുടിശ്ശിക കൊടുത്തു തീർത്തില്ലെങ്കിൽ മരുന്ന് വിതരണം നിർത്തുമെന്ന് ഇവർ മുന്നറിയിപ്പ് നൽകി. എന്നാൽ സർക്കാരിന്റെ ഭാഗത്തിരുന്നോ ആശുപത്രിയുടെ ഭാഗത്തിരുന്നോ ഒരു അനുകൂല തീരുമാനം ഉണ്ടാകാത്ത പശ്ചാത്തലത്തിലാണ് കഴിഞ്ഞ തിങ്കളാഴ്ച മുതൽ മരുന്ന് വിതരണം നിർത്തിവെച്ചുകൊണ്ടൊരു സമരത്തിലേക്ക് തന്നെ മരുന്ന് വിതരണക്കാർ നീങ്ങിയത്. അതിനൊടുവിലാണ് ഇന്ന് ഒരു ചർച്ച ആശുപത്രി സൂപ്രണ്ടും മരുന്ന് വിതരണക്കാരും തമ്മിൽ നടത്തിയത്. അതിനൊടുവിലാണ് മരുന്ന് വിതരണം പുനരാരംഭിക്കാൻ തീരുമാനമായത്. രോഗികളെ സംബന്ധിച്ചിടത്തോളം വലിയ ആശ്വാസമാകുന്ന കാര്യമാണ്. ഒപ്പം തന്നെ MK രാഘവൻ MP ആശുപത്രിക്ക് മുന്നിൽ ഉപവാസ സമരം, ഏകദിന ഉപവാസ സമരം ആശുപത്രിക്ക് പുറത്ത് നടത്തുന്നുണ്ട്. അതും തുടരുകയാണ്. അജിംസ്. ശരി ഷംസീർ. കോഴിക്കോട് പേരാമ്പ്ര അനു കൊലക്കേസ് പ്രതി മുജീബിനെ കൊണ്ടോട്ടി പോലീസ് അതിസാഹസ്യമായി പിടികൂടുന്ന ദൃശ്യങ്ങൾ പുറത്ത്. വീടിന്റെ വാതിൽ ചവിട്ടിപ്പൊളിച്ച് അകത്ത് കയറിയ പോലീസിനെ പ്രതി ആക്രമിച്ചു. മുജീബിനെതിരെ വിവിധ സ്റ്റേഷനുകളായി 57 കേസുകളാണുള്ളത്. നിങ്ങൾക്ക് രക്ഷപ്പെടാൻ പറ്റണം മുജീബേ, ഞങ്ങൾ ചുറ്റുമുണ്ട്. നീ ഓട് വിളിച്ചിട്ട് കാര്യമില്ല മുജീബേ. പേരാമ്പ്ര സ്വദേശി അനുവിനെ ക്രൂരമായി കൊലപ്പെടുത്തി സ്വർണ്ണാഭരണം മോഷ്ടിച്ചതിനു ശേഷം വീട്ടിലെത്തിയ മുജീബ് ഇവിടെ നിന്നും കടന്നു കളയാനുള്ള ശ്രമത്തിനിടെയാണ് പോലീസ് എത്തിയത്. മുജീബിനോട് കീഴടങ്ങാൻ ആവശ്യപ്പെട്ടെങ്കിലും ഓട് പൊളിച്ച് രക്ഷപ്പെടാനുള്ള ശ്രമത്തിലായിരുന്നു. ഇതിന് ചുറ്റും ഞങ്ങളുണ്ട്, പിന്നെ നീ എന്താക്കാൻ
ഓട് വിളിച്ച് ഇറങ്ങാൻ നോക്കുന്നു. വാതിൽ ചവിട്ടിപ്പൊളിച്ച് അകത്ത് കയറിയ പോലീസുകാരെ പ്രതി ആക്രമിച്ചു. ജനൽ ചില്ലുകൊണ്ടുള്ള കുത്തിൽ സിവിൽ പോലീസ് ഓഫീസർക്ക് പരിക്കേറ്റു. സാഹസികമായാണ് പോലീസ് മുജീബിനെ കീഴടക്കിയത്. മുക്കം മുത്തേരിയിൽ വയോധികയെ ബലാത്സംഗം ചെയ്ത കേസിലെ പ്രതിയാണ് മുജീബ്. അന്തർ സംസ്ഥാന വാഹനമോഷ്ടാവ് വീരപ്പൻ റഹീമിന്റെ സഹായിയായ മുജീബ് കൊടും കുറ്റവാളി കൂടിയാണ്. കാസർഗോഡ് മുതൽ തൃശൂർ വരെയുള്ള സ്റ്റേഷനുകളിലായി 57 കേസുകൾ ഇയാളുടെ പേരിലുണ്ട്. മീഡിയ 1 കോഴിക്കോട്. ആലുവയിൽ തട്ടിക്കൊണ്ടുപോയത് 3 പേരെയാണ് എന്ന് കണ്ടെത്തൽ. സാമ്പത്തിക തർക്കമാണ് കുറ്റകൃത്യത്തിലേക്ക് നയിച്ചതെന്നും പ്രതികളും ഇരകളും പരസ്പരം അറിയുന്നവരാണ് എന്നും സംശയിക്കുന്നതായും എറണാകുളം റൂറൽ SP വൈഭവ് സക്സേന പറഞ്ഞു. പ്രതികൾ തിരുവനന്തപുരം സ്വദേശികളാണെന്നും പോലീസ് സ്ഥിരീകരിച്ചു. രാവിലെ 7 മണിയോടെയാണ് ആലുവ റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് നിന്നും ഇതര സംസ്ഥാനക്കാരെന്ന് സംശയിക്കുന്നവരെ സംഘം തട്ടിക്കൊണ്ടുപോയത്. കേസിൽ ഒരാളെ തട്ടിക്കൊണ്ടുപോയെന്നായിരുന്നു ദൃക്സാക്ഷി മൊഴി. എന്നാൽ പിന്നീട് നടത്തിയ അന്വേഷണത്തിൽ 3 പേരെ കൊണ്ടുപോയെന്ന് വിവരം ലഭിക്കുകയായിരുന്നു. സാമ്പത്തിക തർക്കമാണ് കുറ്റകൃത്യത്തിലേക്ക് നയിച്ചതെന്ന് എറണാകുളം റൂറൽ SP വൈഭവ് സക്സേന പ്രതികരിച്ചു. അത് അവരുടെ സ്റ്റേറ്റ്മെൻറ്റ് പ്രകാരം മുറി പ്രകാരം നമ്മൾ FIR രജിസ്റ്റർ ചെയ്തു. പക്ഷേ ഇൻവെസ്റ്റിഗേഷൻ്റെ ഭാഗമായിട്ട് നമുക്ക് മനസ്സിലായി ഇത് ഈ ശരിക്കും 2-3 പേരുണ്ടായിരുന്നു. ഇത് ആക്ച്വലി എത്രയാണ് അത് നമുക്ക് എല്ലാം കിട്ടിയ ശേഷം മാത്രം പറയാൻ പറ്റൂ. ഈ സമയത്ത് നമ്മുടെ കയ്യിൽ വളരെ നല്ല ഇൻഫർമേഷൻ ഉണ്ട്. കുറച്ച് പേർ കസ്റ്റഡിയിലുണ്ട്. അത് വിശദമായ ചോദ്യം ചെയ്യാനുണ്ട്. അത് എല്ലാ കാര്യങ്ങൾ കിട്ടിയ ശേഷം പറയാം. പ്രതികൾ തിരുവനന്തപുരം സ്വദേശികളാണെന്നും പോലീസ് സ്ഥിരീകരിച്ചിട്ടുണ്ട്. പ്രതികൾ സഞ്ചരിച്ചിരുന്ന കാർ ഇന്നലെ തിരുവനന്തപുരത്തെ കണിയാപുരത്തു നിന്നും ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തിയിരുന്നു. കാർ വാടകയ്ക്ക് നൽകിയ 2 തൃശൂർ സ്വദേശികളെ പോലീസ് കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യുകയാണ്. നേരത്തെ 3 തവണ സംഘത്തിന് കാർ വാടകയ്ക്ക് നൽകിയിട്ടുണ്ടെന്ന് കസ്റ്റഡിയിലുള്ളവർ മൊഴി നൽകി. മീഡിയ 1 കൊച്ചി. BJP ബന്ധത്തെ ചൊല്ലി വടകരയിലെ LDF UDF സ്ഥാനാർത്ഥികൾ തമ്മിൽ വാക്പോര്. വടകരയിലും തൃശ്ശൂരിലും BJP CPM കൂട്ടുകൂട്ടണമെന്ന ഷാഫി പറമ്പിൽ പറഞ്ഞു. താൻ വടകരയിൽ തോൽക്കുമെന്ന് K. സുരേന്ദ്രൻ എന്താണ് ഇത്ര ഉറപ്പെന്നും ഷാഫി പറമ്പിൽ ചോദിച്ചു. സ്ഥാനാർത്ഥിയുടെ മാസ് എൻട്രിയല്ല, രാഷ്ട്രീയമാണ് പ്രധാനമെന്നും KK ശൈലജയും പ്രതികരിച്ചു. മീഡിയ 1 തെരഞ്ഞെടുപ്പ് യാത്ര ദേശീയപാതയിലായിരുന്നു ഇരുവരുടെയും പ്രതികരണം. CPM സ്ഥാനാർത്ഥിയും CPM നേതാക്കന്മാരും പറയുന്നതിനേക്കാളും കോൺഫിഡൻസ് അവരിവിടെ ജയിക്കുമെന്ന് BJP പറയണമെങ്കിൽ അത് BJPയും CPMും വടകര സീറ്റിൻ്റെ കാര്യത്തിലും തൃശ്ശൂരിലും ഉണ്ടാക്കുന്ന ഒരു നെക്സസ് ആണ്. ഞാനൊരു കാര്യം പറയാം, സുരേന്ദ്രൻ എന്ത് പറഞ്ഞാലും ഞങ്ങൾ വടകരയും ജയിക്കും, പാലക്കാട് ബൈ-ഇലക്ഷൻ വരും, അതും ഞങ്ങൾ ജയിക്കും, തൃശ്ശൂരും ജയിക്കും. കേരളത്തിൽ ആദ്യം ജയിക്കുന്ന സീറ്റുകളിൽ ഒന്ന് മുരളിയേട്ടൻ്റെ തൃശ്ശൂരായിരിക്കും. മട്ടന്നൂരായിരിക്കുമോ പാലക്കാടായിരിക്കുമോ ഉപതെരഞ്ഞെടുപ്പ് എന്നാണ്? മട്ടന്നൂര്. അതിലെന്താ സംശയം? ഷാഫി പറയുന്നത് പാലക്കാട്. ഞാൻ പറയുന്നത് മട്ടന്നൂരാന്ന്. അപ്പോൾ ഈ മാസ് എൻട്രി ഒന്നുമല്ല. ജനങ്ങളുടെ മുമ്പിൽ നമ്മൾ പറയുന്ന രാഷ്ട്രീയം എന്താണ്? ഞാൻ പറയുന്നത് എന്നെ തിരഞ്ഞെടുത്താൽ ഇന്ത്യൻ പാർലമെൻറ്റിൽ ഇന്ത്യയുടെ മതേതരത്വത്തിന് വേണ്ടി, ഇവിടെ നാട്ടിൽ എങ്ങനെ സമരം ചെയ്യുന്നു അതുപോലെ ഇന്ത്യൻ പാർലമെൻറ്റിലും ഇന്ത്യയുടെ മതേതരത്വത്തിന് വേണ്ടി ശക്തമായിട്ട് പ്രവർത്തിക്കും. ബന്ധം മുതലെടുത്ത് പലരും സുരേഷ് ഗോപിക്ക് വേണ്ടി തന്റെ പിതാവിനെ സ്വാധീനിക്കാൻ ശ്രമിക്കുന്നുവെന്ന ആരോപണമായി കലാമണ്ഡലം ഗോപിയാശാന്റെ മകൻ രഘുരാജ്. സുരേഷ് ഗോപിയെ അനുഗ്രഹിച്ച് പത്മഭൂഷൺ വേണ്ടെന്ന് കലാമണ്ഡലം ഗോപിയാശാൻ പറഞ്ഞുവെന്നും പിന്നീട് പിൻവലിച്ച ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്നു. സുരേഷ് ഗോപിക്ക് വേണ്ടി പല VIP-കളും അച്ഛനെ സ്വാധീനിക്കാൻ നോക്കുന്നു. ആ ഗോപിയല്ല ഈ ഗോപിയെന്ന് മാത്രം മനസ്സിലാക്കുക. വെറുതെയുള്ള സ്നേഹവും ബഹുമാനവും കളയരുത് എന്നിങ്ങനെയായിരുന്നു കലാമണ്ഡലം ഗോപിയാശാന്റെ മകൻ രഘുരാജിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ്. പ്രശസ്തനായ ഒരു ഡോക്ടർ അച്ഛനെ വിളിച്ച് സുരേഷ് ഗോപിയെ അനുഗ്രഹിക്കണമെന്ന് ആവശ്യപ്പെട്ടു. നിരസിച്ചപ്പോൾ ആശാന് പത്മഭൂഷൺ കിട്ടണ്ടേയെന്ന് ഡോക്ടർ തിരിച്ചു ചോദിച്ചതായും മകന്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്നു. എന്നാൽ ഈ പോസ്റ്റ് പിന്നീട് പിൻവലിച്ചു. വിവാദം അനാവശ്യമാണെന്ന് LDF സ്ഥാനാർത്ഥി VS സുനിൽകുമാർ പറഞ്ഞു. സ്ഥാനാർത്ഥികളുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവരുടേതായ രീതിയിൽ അവർ മൂവ് ചെയ്യും. അത് നമ്മളാരും അതിൽ അസ്വസ്ഥപ്പെട്ടിട്ട് കാര്യമില്ല. അത് ഒരു മറ്റേ നമ്മൾ സ്ഥാനാർത്ഥികൾ തമ്മിലുള്ള ഒരു പ്രശ്നമായിട്ട് പറഞ്ഞിട്ട് കാര്യമില്ല. ഗോപി ആശാൻ തനിക്ക് ഗുരുതുല്യനാണെന്നും ഫേസ്ബുക്ക് പോസ്റ്റ് അദ്ദേഹത്തിന്റെ നിലപാടാണെന്ന് കരുതുന്നില്ലെന്നും സുരേഷ് ഗോപി പ്രതികരിച്ചു. എപ്പോൾ കണ്ടാലും ഒരു ഗുരുവിനെ കണ്ട് വണങ്ങുന്നത് പോലെ, തൊട്ട് വണങ്ങുന്നത് പോലെ വണങ്ങിയിട്ടുണ്ട്. ഇനിയും അത് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്. എനിക്കറിയത്തില്ല ഇപ്പോഴും ഇത് അദ്ദേഹത്തിൻ്റെ മനസ്സാണോ അദ്ദേഹം അറിയിച്ചതാണോ എന്ന് എനിക്ക് അറിയത്തില്ല. സംഭവം വിവാദമായതോടെ ചർച്ച അവസാനിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് മറ്റൊരു ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ രഘുരാജ് രംഗത്തെത്തി. മീഡിയ 1 തൃശൂർ. ദേശീയ സമിതി അംഗം CK പത്മനാഭന്റെ
CK പത്മനാഭന്റെ ആരോപണത്തിൽ പ്രതികരിക്കാതെ BJP നേതൃത്വം. ഏത് പ്രത്യയശാസ്ത്രത്തിൽ വിശ്വസിച്ചാലും ശ്ലാഘനീയമായ നിലപാടാണ് CK പത്മനാഭന്റേതെന്ന് VD സതീശൻ മീഡിയയോട് പറഞ്ഞു. CK പത്മനാഭന്റെ പ്രസ്താവന BJPക്കുള്ള മറുപടിയാണെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനും പറഞ്ഞു. ആ പാർട്ടിക്കുള്ളിലും ചിന്തിക്കുന്ന ആളുകൾ ഉണ്ടല്ലോ എന്നായിരുന്നു പന്ന്യൻ രവീന്ദ്രന്റെ പ്രതികരണം. അധികാര രാഷ്ട്രീയം തെറ്റുള്ള കാര്യമല്ലെന്ന് BJP നേതാവ് അനിൽ ആന്റണിയും പ്രതികരിച്ചു. മീഡിയ വൺ തെരഞ്ഞെടുപ്പ് യാത്ര ദേശീയപാതയിലാണ് CKP നേതൃത്വത്തിനെതിരെ വിമർശനം ഉന്നയിച്ചത്. മതപരമായ ഭിന്നിപ്പുണ്ടാക്കി, ജാതീയമായ ഭിന്നിപ്പുണ്ടാക്കി ഒരു വിഭാഗത്തെ ഒറ്റപ്പെടുത്തുന്നത് ശരിയല്ല എന്ന അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തെ ഞാൻ പൂർണ്ണമായി സ്വാഗതം ചെയ്യുന്നു. CK പത്മനാഭനെ പോലെയുള്ള BJPയുടെ ഉന്നത നേതാവ് BJPക്ക് തന്നെ നൽകുന്ന ഒരു ഉപദേശമാണ്. അത് ഞങ്ങൾ സ്ഥിരം പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യം CKP ഒന്നുകൂടി പരസ്യമായിട്ട് പറഞ്ഞിരിക്കുന്നത് മാത്രമേ ഉള്ളൂ. BJP എന്ന് പറയുന്ന പാർട്ടിക്കകത്ത് RSSൻ്റെ ഏറ്റവും ശക്തമായ വികാരമുള്ള ആളുകളും കാണും, അല്ലാത്ത ആളുകളും കാണുമായിരിക്കും. അതാണല്ലോ ഇങ്ങനെ ചില അഭിപ്രായങ്ങളൊക്കെ വരുന്നത്. പുരാവസ്തു തട്ടിപ്പ് കേസിലെ അന്വേഷണ ഉദ്യോഗസ്ഥൻ BASP R റസ്തത്തിനെതിരെ ഗുരുതര ആരോപണവുമായി കേസിലെ പരാതിക്കാരൻ. അന്വേഷണ സമയത്ത് റസ്റ്റം പണം വാങ്ങിയെന്ന് പരാതിക്കാരനായ അയ്യൂബ് ആരോപിച്ചു. പണം വാങ്ങിയതിന്റെ ഡിജിറ്റൽ തെളിവുകളടക്കം വിജിലൻസിന് കൈമാറുമെന്നും അയ്യൂബ് പറഞ്ഞു. പുരാവസ്തു തട്ടിപ്പ് കേസിലെ ആദ്യ കുറ്റപത്രം ക്രൈംബ്രാഞ്ച് കോടതിയിൽ സമർപ്പിച്ചതിന് പിന്നാലെയാണ് അന്വേഷണ ഉദ്യോഗസ്ഥനായ DYSP YR റസ്റ്റത്തിനെതിരെ ആരോപണവുമായി പരാതിക്കാർ രംഗത്തെത്തിയത്. കേസിലെ അന്വേഷണം വേഗത്തിലാക്കാനും മോൺസൺ മൗങ്കലിന്റെ പക്കലുള്ള പണം തിരികെ വാങ്ങിത്തരാനുമായി റസ്റ്റം പണം ആവശ്യപ്പെട്ടുവെന്നാണ് ആരോപണം. ഇത്തരത്തിൽ 1.25 ലക്ഷം റസ്റ്റം കൈപ്പറ്റിയെന്നും പരാതിയുണ്ട്. ഈ പരാതിയിൽ വിജിലൻസിന്റെ പ്രാഥമിക അന്വേഷണം തുടരുകയാണ്. പരാതിക്കാരനായ അയ്യൂബ് വിജിലൻസിന് മുന്നിൽ ഹാജരായി മൊഴി നൽകി. കൈമാറാമെന്ന് എൻ്റെ അടുത്തുള്ള തെളിവുകളൊക്കെ തന്നെയാണ്. ഇത് പല പ്രാവശ്യം കൊടുത്തതാണ്, DSPക്ക് എല്ലാ തെളിവും കൊടുത്തതാണ്. പക്ഷേ കേസുകളൊന്നും ശരിയായ രീതിയിലല്ല പോകുന്നത്. അപ്പോൾ ഓരോ പ്രാവശ്യം ഓരോ കഥകൾ പറഞ്ഞിട്ടുണ്ടാക്കിയിട്ട് ഇങ്ങനെ എൻ്റെ സാമ്പത്തിക കേസുകളെല്ലാം കൂടി അട്ടിമറിച്ചിട്ട് വേറെന്തെല്ലാം പുരാവസ്തു കേസ്, പീഡന കേസ്, ഈ രീതിയിൽ അട്ടിമറിച്ചതാണ്. പരാതിക്കാരുടെ മൊഴിയെടുപ്പ് പൂർത്തിയായ ശേഷം YR റസ്റ്റത്തെ വിജിലൻസ് സംഘം വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യും. നേരത്തെ സംഭവത്തിൽ അന്വേഷണം ആവശ്യപ്പെട്ട് പരാതിക്കാർ ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു. മീഡിയ വൺ, കൊച്ചി. ലഹരിമരുന്ന് ആയുധവേട്ട കേസിലെ കള്ളപ്പണ ഇടപാടിൽ പ്രതിയായ തമിഴ്നാട് സ്വദേശി ജോൺ പോളിനെ ED അറസ്റ്റ് ചെയ്തു. തുടർച്ചയായി സമൻസ് അയച്ചിട്ടും ഹാജരാകാത്തതിനെ തുടർന്ന് കലൂരിലെ പ്രത്യേക കോടതി അറസ്റ്റ് വാറണ്ട് പുറപ്പെടുവിക്കുകയായിരുന്നു. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. LTTക്ക് പണം കണ്ടെത്താൻ മുഖ്യപ്രതികൾക്കൊപ്പം ആയുധക്കടത്തിനും മയക്കുമരുന്ന് കടത്തിനും ഗൂഢാലോചന നടത്തിയെന്നും പ്രതികൾ തമ്മിലുള്ള സാമ്പത്തിക ഇടപാടിൽ ഇടനിലക്കാരനായി പ്രവർത്തിച്ചുവെന്നുമാണ് ജോൺ പോളിനെതിരായ ആരോപണം. മറ്റു വാർത്തകളിലേക്ക്. EP ജയരാജൻ, രാജീവ് ചന്ദ്രശേഖരൻ ബന്ധത്തിൽ ഇനിയും തെളിവ് പുറത്തുവിടാമെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. രണ്ടുപേരുടെയും സ്ഥാപനങ്ങൾ തമ്മിൽ കരാറുണ്ടെന്നാണ് താൻ പറഞ്ഞത്. കരാറുണ്ടായ ശേഷം EPയുടെ സ്ഥാപനത്തിനെതിരെ ഒരു അന്വേഷണവും നടന്നില്ല. BJPയെ സുഖിപ്പിക്കാൻ വേണ്ടിയായിരുന്നു EPയുടെ പ്രസ്താവനയെന്നും VD സതീശൻ ആരോപിച്ചു. അവരുടെ രണ്ടുപേരുടെയും സ്ഥാപനങ്ങൾ തമ്മിൽ എഗ്രിമെന്റ് ഉണ്ട്. ആ എഗ്രിമെന്റിന്റെ ഭാഗമായിട്ടാണ് ഈ രണ്ടും ഒരു സ്ഥാപനമായി മാറിയത്. ഇപ്പോൾ നിരാമയ വൈദേകം റിസോർട്ട് എന്നാണ്. അപ്പോൾ CPM BJP എന്ന് പറയുന്ന പോലെ ആയി. അതാണ് തെളിവ്. നീ കൂടുതൽ വേണമെങ്കിൽ കേസ് കൊടുത്തോ, ഞാൻ കോടതിയിൽ ഹാജരാക്കിക്കോളാം. എനിക്കെതിരെ കേസ് കൊടുത്തോ, ഞാൻ വെല്ലുവിളിക്കുന്നത് എനിക്കെതിരെ കേസ് കൊടുത്തോ, ഞാൻ കോടതിയിൽ കൊണ്ടുവന്ന് മുഴുവൻ രേഖകളും ഞാൻ ഹാജരാക്കാം. ഇടുക്കിയിൽ രണ്ടിടത്ത് കാട്ടാനയാക്രമണം. നിരവധി കടകൾ തകർത്തു. മാട്ടുപ്പെട്ടിയിൽ പടയപ്പയും ദേവികുളത്ത് കാട്ടാനക്കൂട്ടവുമാണ് ജനവാസ മേഖലയിൽ ഇറങ്ങിയത്. പാലക്കാട് നെല്ലിയാമ്പതിയിൽ ഭീതി പരത്തുന്ന ചില്ലിക്കൊമ്പനെ നിരീക്ഷിക്കാൻ വനംവകുപ്പ് പ്രത്യേക സംഘത്തെ നിയോഗിച്ചു. കഴിഞ്ഞ 2 ദിവസങ്ങളിലായി വിനോദസഞ്ചാര മേഖലയായ മാട്ടുപ്പെട്ടിയിൽ പടയപ്പയുടെ സാന്നിധ്യമുണ്ട്. ബോട്ടിംഗ് സെന്ററിന് സമീപത്തെത്തിയ കാട്ടാന വഴിയോര കടകൾ തകർത്തു. തെന്മലയിലെ ജനവാസ മേഖലയിലും പടയപ്പ എത്തി. റോഡിലൂടെ നടന്നു നീങ്ങിയ പടയപ്പയെ നാട്ടുകാർ കാട്ടിലേക്ക് തുരത്തി. പടയപ്പയെ നിയന്ത്രിക്കാൻ പ്രത്യേക സംഘത്തെ നിയോഗിക്കുമെന്നും വാട്സാപ്പ് ഗ്രൂപ്പുകൾ സജീവമാക്കി RRT സേവനം കാര്യക്ഷമമാക്കുമെന്ന സർവകക്ഷി യോഗ തീരുമാനവും നടപ്പായില്ല. കാട്ടാനകളുടെ സാന്നിധ്യം വിനോദസഞ്ചാര മേഖലയെയും പ്രതികൂലമായി ബാധിച്ചിട്ടുണ്ട്. 2-3 ദിവസങ്ങളായി മാട്ടുപ്പെട്ടി മേഖലയിൽ ഇരിക്കുന്ന പാവപ്പെട്ടവരുടെ കടകളെല്ലാം അടിച്ച് പൊളിച്ച് വെച്ചാണ് പടയപ്പയുടെ അക്രമം വർദ്ധിച്ചു വരുന്ന കാലഘട്ടമാണ്. അക്രമാസക്തമായ ഇതുപോലെ യാനകളെ ഉടൻ തന്നെ പിടിച്ച് ഉൾവനത്തിൽ വിടാനുള്ള നടപടിക്ക് സർക്കാർ സ്വീകരിക്കുന്നതിന് താഴ്മയെ അപേക്ഷിക്കുന്നു. ദേവികുളം മിഡിൽ ഡിവിഷനിലെത്തിയ കാട്ടാനക്കൂട്ടം 2 കടകൾ തകർത്തു. പ്രദേശത്തെ ക്യാബേജ് കൃഷിയും നശിപ്പിച്ചു. പാലക്കാട് നെല്ലിയാമ്പതിയിൽ തുടർച്ചയായി ജനവാസ മേഖലയിൽ ഇറങ്ങുന്ന ചില്ലിക്കൊമ്പനെ നിരീക്ഷിക്കാൻ വനംവകുപ്പ് പ്രത്യേക സംഘത്തെ നിയോഗിച്ചു. ആനയ്ക്ക് മതപ്പാടുള്ള സാഹചര്യത്തിൽ ലയങ്ങൾക്ക് സമീപത്തേക്ക് എത്തുന്നത് തടയാനാണ് നടപടി. പാലക്കാട് ബ്യൂറോയ്ക്കൊപ്പം മീഡിയ വൺ, ഇടുക്കി. മറ്റു വാർത്തകൾ ചുരുക്കത്തിൽ. മസാല ബോണ്ട് കേസിൽ മറുപടി സത്യവാങ്മൂലം സമർപ്പിക്കാൻ സമയം തേടി ED. കേസ് ഈ മാസം 26 കോടതി വീണ്ടും പരിഗണിക്കും.
കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പിൽ അന്വേഷണം നീണ്ടുപോകുന്നതിൽ ഇ ഡിയെ വിമർശിച്ച് ഹൈക്കോടതി. അന്വേഷണം വൈകുന്നത് കോടതി ഇടപെടൽ മൂലമെന്ന് ഇ ഡി. അതിജീവിതയെ ബലാത്സംഗം ചെയ്ത കേസിൽ അഭിഭാഷകൻ പി ജി മനുവിനെതിരായ അന്വേഷണം പൂർത്തിയായെന്ന് പ്രോസിക്യൂഷൻ. മനുവിന്റെ ജാമ്യാപേക്ഷ ഈ മാസം 23 കോടതി വീണ്ടും പരിഗണിക്കും. കരിപ്പൂർ വിമാനത്താവളത്തിൽ 1.25 കിലോ സ്വർണവുമായി വിമാന ജീവനക്കാരൻ പിടിയിൽ. സ്വർണം കടത്തിയ യാത്രക്കാരനെ പിടികൂടിയില്ല. തെലങ്കാന ഗവർണർ തമിഴിസൈ സൗന്ദരരാജൻ രാജിവെച്ചു. തമിഴ്നാട്ടിൽ ജനവിധി തേടിയേക്കും. FA കപ്പിൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡും ചെൽസിയും സെമിയിൽ. ക്വാർട്ടറിൽ 7 ഗോളുകൾ പിറന്ന മത്സരത്തിൽ 3-നെതിരെ 4 ഗോളുകൾക്ക് ശക്തരായ ലിവർപൂളിനെ പരാജയപ്പെടുത്തിയാണ് യുണൈറ്റഡിന്റെ സെമി പ്രവേശം. മറ്റൊരു മത്സരത്തിൽ ലെസ്റ്റർ സിറ്റിയെ 2-നെതിരെ 4 ഗോളുകൾക്ക് തകർത്താണ് ചെൽസി സെമി ഉറപ്പിച്ചത്. മാഞ്ചസ്റ്റർ യുണൈറ്റഡിനും ചെൽസിക്കും പുറമെ മാഞ്ചസ്റ്റർ സിറ്റിയും കോവൻട്രി സിറ്റിയും സെമി ഫൈനലിൽ മാറ്റുരയ്ക്കും. സ്വർണം വെള്ളി നിരക്ക്. സ്വർണം 22 ക്യാരറ്റ് ഗ്രാമിന് 6000, പവന് 48,000. സ്വർണം 18 ക്യാരറ്റ് ഗ്രാമിന് 5010, പവന് 40,80. വെള്ളി ഗ്രാമിന് 80 രൂപ.